ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ തറവാട്ടിൽ കലശമാണ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലാണ് സർപ്പം തുള്ളൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി ചിക്കനും ദോശയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമ്മൾ തറവാട്ടിലാണെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഷെയർ ചെയ്ത് എല്ലാ കുടുംബക്കാരും കൊണ്ടുപോയി അരച്ച് അവിടെ കൊണ്ടുപോയി കൂട്ടി വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നത് ഉലുവയും ഉഴുന്നുമായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ അരയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവർക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി. അതിനിടയിൽ ഒരു ഫ്രണ്ട് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുളം വറ്റിച്ചിട്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം തറവാട്ടിലേക്ക് പോവാം. നമ്മളൊരു 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മണി കഴിഞ്ഞ് ഒരു പൂജയുണ്ടായിരുന്നു നമ്മുടെ കോങ്ങാട് മാഞ്ചേരിക്കാവിലെ ദേവിക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ തറവാട്ടിൽ നേദിച്ച് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചു. ചെറിയച്ഛനാണ് പൂജിച്ച് പായസം എല്ലാം നേദിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഓരോരോ പണികളായി നോക്കിക്കൊണ്ടിരുന്നു. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നല്ല നേരെയാക്കി വെക്കും വൈകുന്നേരം. പിന്നെ കോഴീനെ എല്ലാം ശരിയാക്കിയതിന് ശേഷം പിന്നെ അത് പുറത്ത് ആണുങ്ങളാണ്, പുറത്ത് അടുപ്പിലാണ് ചിക്കനെല്ലാം വയ്ക്കുന്നത്. നമ്മളെല്ലാം റെഡിയാക്കി കൊടുക്കും. എല്ലാ കൊല്ലവും തുള്ളൽ നടത്താറുണ്ട്. ഇതൊരു ശരിക്കും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. എല്ലാവരും ചേർന്ന് ഒരു കുക്കിംഗ്. പിന്നെ വൈകുന്നേരം കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. അപ്പത്തിനുള്ളത് അരച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രൈൻഡറിൽ. ചിക്കനിലേക്കുള്ള തേങ്ങ വറുത്ത് അരയ്ക്കാൻ വേണ്ടി അത് വറുത്തെടുക്കുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടാണ് പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇത് തണ്ണീരമൃതാണ്, അരിപ്പൊടി കുഴച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പുറത്ത് ഇവരുണ്ടാക്കുന്നതാണ് പാളയട. പാളയിൽ അടയെല്ലാം പരത്തിയതിന് ശേഷം കനലിൽ ചുട്ടെടുക്കും. അതാണത്. പിന്നെ ഇതാ വൈകുന്നേരം പിന്നെ ഒരു പൂജയുണ്ട് കോഴീനെ എല്ലാം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പായസമാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയാൽ പിന്നെ എല്ലാവരും ഓരോരോ വീടുകളിലേക്ക് കൊണ്ടുപോയി ദോശയെല്ലാം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് പതിവ്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, ഓരോരോ തിരക്കുകളായിട്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് തുള്ളൽ കളത്തിലുള്ള കുറ്റിയടിക്കൽ ചടങ്ങാണ്. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മളെല്ലാം കുട്ടികളെല്ലാം സ്കൂളിൽ പറഞ്ഞ ശേഷം എത്തിയിട്ടുണ്ട്. തുള്ളൽ കളത്തിൽ ഉള്ള ഒരു പൂജയെല്ലാം നടത്തിയ ശേഷമാണ് കുറ്റിയടിക്കുന്നത്. അപ്പോൾ തറവാട്ടിൽ ചെറിയമ്മയാണ് വിളക്കെല്ലാം കൊളുത്തുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളൂ. തറവാട്ടിലെ കാരണന്മാരും എല്ലാം എത്തിയിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പുള്ളുവൻ പൂജയൊക്കെ നടത്തി നമ്മളെല്ലാവരും പോയി തൊഴുതു. അതിന് ശേഷമാണ് കുറ്റിയടിക്കുന്നത്. കുറ്റിയടിക്കൽ കഴിഞ്ഞാൽ ഇനി ഒരാഴ്ച വ്രതമാണ്. പിന്നെ നമ്മൾ നോൺ വെജൊന്നും ഈ സമയത്ത് കഴിക്കാറില്ല. ഇപ്പോൾ പൂജിച്ച് കഴിഞ്ഞു എല്ലാവരും വന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അടിക്കാനുള്ള കുറ്റികളാണ് ഇലയിലിരിക്കുന്നത്. അതിനുശേഷം പൂജിച്ച് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം തറവാട്ടിലെ കാരണവരാണ് കുറ്റിയെല്ലാം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ കുറ്റിയടിക്കട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമാണ് കുറ്റിയടിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.